ഒരു സിസറിങ് എടുത്ത്. അടിച്ചെടുത്തു കളഞ്ഞല്ലോ പകയാ. എന്ത് പറഞ്ഞു? വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു, രണ്ടു കൂട്ടർക്കും സമ്മതം. നാളെ പെണ്ണ് കാണൽ. പെണ്ണിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അല്ലേ? 5-8 കൊല്ലായി ഞാനൊരു കടയിൽ തുറന്നുകൊണ്ടിരിക്കുക. ഈ പേര് ദൂഷ്യമല്ലാണ്ട് ഇന്ന് വരെ കൊള്ളാവുന്ന ഒന്നിനെ. അവന്റെ റൊമാൻസ് ബ്യൂട്ടി സ്റ്റോർ. ദാമോനെ പിടി. എന്തത്? കുമാരേട്ടന്റെ വക ഒരു സമ്മാനം. സമ്മാനോ? കല്യാണ സമ്മാനം ഒന്ന് കൂട്ടിക്കോ. ലേശം അടിക്കണോ? അയ്യോ, ഞാൻ കഴിക്കില്ല. കഴിക്കണ്ട. കട അടയ്ക്കുന്നതിന് മുമ്പ് ഒരു 2 എണ്ണം. പകലന്തിയോളം അധ്വാനിക്കുന്നവരല്ലേ നമ്മളൊക്കെ. വേണേ പറഞ്ഞാ മതി, ഒന്ന് തുറക്കുക വേണ്ടു. അയ്യോ, ഞാൻ കഴിക്കില്ല കുമാരേട്ടാ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കസറൊന്നുണ്ടല്ലോ ലാസർ മുതലാളിയുടെ ബ്രൈറ്റ്മെന്റ്സ്. എനിക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ല. എപ്പോഴാ സോഡയ്ക്ക് ആള് വരാന്ന് പറയാൻ പറ്റില്ല. നീ അടച്ചിട്ട് പോകാൻ നോക്കുന്ന നാരായണൻകുട്ടി. ഒരു കട കിട്ടുകയെന്നും പറഞ്ഞ് മനുഷ്യനെ ഉറക്കളപ്പിച്ചു കൊല്ലേ. സോഡയൊന്നും വേണ്ട, അവിടെ പരിപാടിയൊക്കെ കഴിയാറായി. നീ കട അടച്ചോ. ഓ, ഇത് അപ്പടി തുളയാണല്ലോ. എന്തിനാ ചാക്ക്? ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്ര ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നിനക്ക് ഒത്തുകിട്ടിയത്. ഗുരുകാരണവന്മാര് ചെയ്ത് പുണ്യത്തിന്റെ ഫല. ഇതെന്താടാ ഈ കാട്ടുന്നത്? ഇതെന്താ സാധനം? ഹേയ്, ഇതെന്തൊരു മണം! ഇതാണ് മുമേ സ്പ്രേ. എന്താ കിട്ടിയത്? തല ഇങ്ങോട്ട് താത്തടാ. പ്രസാദം തൊട്ടിട്ട് പോയാ മതി. വല്ലോരും ചോദിച്ചാ എവിടേക്കാ എന്താന്നൊന്നും വെള്ളം വാങ്ങിക്കണ്ട. താരണ ആ, പിന്നീന്ന് വിളിക്കണ്ട അമ്മൂമ്മേ. കൃഷ്ണ. അയ്യോ, ഇതിപ്പോ ഒരു ചടങ്ങെന്നല്ലേ ഉള്ളൂ. ചിങ്ങമാസാ വരണത്. മുഹൂർത്തം ഒത്തു വന്നു വെച്ചാ പിന്നെ താമസിപ്പിക്കാണ്ടിരിക്കാൻ നല്ലത്. മിണ്ടല്ല. ഒരു പെണ്ണിനെ ഇഷ്ടാവുക, അവക്കും ഇഷ്ടാവുക, അതിന് വീട്ടുകാരുടെ അനുഗ്രഹം ഉണ്ടാവുക, ഇതൊക്കെ അല്ലേ എന്റെ നാരായണൻകുട്ടി ഭാഗ്യം എന്ന് പറയണത്. ഒത്തുവരാൻ പോലീസും പട്ടിയൊക്കെ എത്തിയെന്ന് കേട്ടു. എന്താ കുമാരേട്ടാ? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പറയണ്ടെന്ന് വിചാരിച്ചതാ. ബാലവാടിയിലെ ഹേമ ടീച്ചറില്ലേ, അവരുടെ ശവം പൊന്തിത്രേ പുഴയില്. ചാടിച്ചത്തതാണോ ആരെയും കൊന്നിട്ടതാണോ ആർക്കറിയാ.
എടോ നീ വന്നേ. ഇതാരേ കട? നാരായണക്കുട്ടിയേട്ടന്റെ. ഏത് നാരായണൻകുട്ടി? മേലെടുത്ത്. എന്നിട്ട് അയാളവിടെ? അതാ ഉണ്ട്. എടോ ഇങ്ങോട്ട് വന്നേ. ആ താൻ തന്നെ. എന്താ അല്ല എന്താ കാര്യം? ഇറങ്ങണ്ട, ഇരുന്നാ മതി. ഇരുന്നോളൂ, പോരാ. എന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. നിന്റെയാണോ ഈ കട? അതെ. ഇന്നെന്താ കട തുറക്കാഞ്ഞേ? തുറന്നില്ല. അത് അറിഞ്ഞു കിടക്കണപ്പോ മനസ്സിലായി. എന്താ തുറക്കാഞ്ഞെന്നാ ചോദിച്ചേ? ഞാൻ ടൗൺ വരെ പോവായിരുന്നു. എന്തിന്? കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ടൗണിൽ. താനാരാ? കുമാരൻ. എന്നോട് ചോദിച്ചില്ല. എന്താ കട തുറക്കാഞ്ഞെന്ന്? ആ കേറ്, ബാക്കി ശേഷം നിന്ന് സംസാരിക്കാം. അയ്യോ, എനിക്കൊന്നും അറിയില്ല. കുമാരേട്ടാ, ആളെവിടാ? നായകര് ഇതാരുടെ സാരിയാണെന്ന് അറിയോ? അറിയില്ല സാർ. അറിയില്ല? ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടേ ഇല്ല? ഇല്ല. ഇതോ? അറിയില്ല. അറിയില്ല. ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഇല്ല. ഇതും അറിയില്ല? ഇല്ല സാർ. മേല് മുഴുവൻ സെന്റ് അടിച്ച പോലീസായെന്ന് രക്ഷപ്പെടാന്ന് ആരാണ് നിന്നോട് പറഞ്ഞെന്ന്? അത് അധികം വെറുതെ അടിച്ച. ഇന്നെന്താ നീ പീടി തുറക്കാഞ്ഞേ? ഞാൻ ആ സ്ഥലം വരെ പോവായിരുന്നു. ഏത് സ്ഥലം? സാധനങ്ങൾ എടുക്കാൻ ടൗണിലേക്ക്. കൊന്നതിന് ശേഷം വെള്ളത്തിൽ കെട്ടിത്താത്ത നിന്നെ ആരാടാ സഹായിച്ച്? കൊന്നോ? ആര്? എന്താ എന്താ ഇത്? ആരോട് ചോദിച്ചിട്ട് അകത്തേക്ക് വന്നു? ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ മോനെ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? സാറേ, രാവിലെ കല്യാണം ഉറപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതാ. ഇപ്പൊ ഈ കോലത്തിലാ ഞങ്ങള് കാണുന്നത്. എവിടെ പോവാന്നാ പറഞ്ഞേ? കല്യാണം ഉറപ്പിക്കാൻ. നീ എന്നോട് എവിടെ പോവാന്നായിരുന്നു നേരത്തെ പറഞ്ഞേ? നേര് പറയടാ. ടീച്ചറെ ഒന്നും നീയല്ലേ? അയ്യോ, ഞാൻ അറിയാത്ത കാര്യമാണ് സാർ. സത്യം പറയുന്നത് നല്ലത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. എന്റെ പൊന്ന് സാറേ, സ്വന്തം പറഞ്ഞോള് പറയാണെന്ന് കരുതണം. രോഗം വന്ന് പണ്ടവന്റെ കാല് മുറിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, കാല് മുറിക്കല്ലേ, പകരം 3 കഴുത്ത് തരാന്ന്. അതുപോലെ ഇപ്പോഴും പറയാണ് എന്റെ പൊന്ന് സാറേ. ഞങ്ങൾ ഒരു തള്ള വീട്ടിൽ പോയാൻ കെട്ടി കിടക്കുക. ഇതൊന്നും ഇവിടെ പറയണ്ട, ഒന്ന് പോണെന്തല്ലേ? വരാനല്ലേ പറഞ്ഞു? ഇവിടെ ഒന്ന് ബഹളം വെക്കാതെ തള്ളേ. പുറത്തേക്ക് പോകാൻ. അപ്പൊ നീയല്ല കൊന്നത്? അല്ല സാർ. ആ, ഞങ്ങള് കണ്ടുപിടിച്ചോളാം. ഇപ്പൊ പോയിക്കോ, വിളിക്കുമ്പോഴൊക്കെ വന്നേക്കണം. സാർ. സ്റ്റേഷൻ അതിർത്തി വിട്ട് പോകരുത്. ശരി സാർ. ആ റൈറ്റർ എടുത്ത് ഒപ്പിട്ട് വെക്കോ. ഒഴിവായെന്ന് കരുതണ്ട.